അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് PV അൻവറെ വെച്ചിരിക്കുന്നത്. കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവി ആ പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അവരുടെ ഭരണഘടനയൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും സാധാരണ ഇതിൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എല്ലാ പാർട്ടികളും ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ ഇങ്ങനത്തെ കുഴപ്പത്തിൽ വന്ന് ചാടുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കും, സംസ്ഥാന കമ്മിറ്റി. ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ആ പ്രസിഡൻറ്റോ ചെയർമാനുമായിട്ട് ഇയാളെ വയ്ക്കും. അപ്പോൾ അത് അവരുടെ ഭരണഘടനയ്ക്കുള്ളിൽ വരും. താൽക്കാലിക സമിതി ഇതങ്ങനെ പോലുമില്ല. കോർഡിനേറ്റർ എന്ത് കോർഡിനേറ്റ് ചെയ്യാൻ, ആരെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ സംയോജിപ്പിക്കേണ്ടത്, ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ എനിക്ക് തോന്നുന്നത് എരന്നും പിടിച്ചും കരഞ്ഞും ഒക്കെ ശരി എന്തെങ്കിലും എന്തായൊക്കെ വേണമെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കാം, ഇദ്ദേഹത്തെ എന്ത് സ്ഥാനം കൊടുക്കും. അത് ഭരണഘടനയ്ക്കുള്ളിലൊന്നും പറ്റില്ല. അപ്പം കോർഡിനേറ്ററൊന്നും അങ്ങനെ വല്ലതും കൊടുക്കും. ഇനി ഇതൊക്കെ മമതാ ബാനർജി അറിഞ്ഞിട്ടാണോ ദൈവത്തിനറിയാം. കാരണം നേരിട്ട് മമതാ ബാനർജിയെ വേണ്ടി ഇയാൾ കണ്ടിട്ടില്ല. PV അൻവർ തന്നെ അവകാശപ്പെടുന്നത് ഈ ഓൺലൈനിൽ അവരുമായിട്ട് സംസാരിച്ചു എന്നാണ്. ഏത് ഭാഷയിലാണെന്ന് അറിയില്ല. എന്തുമായിക്കോട്ടെ, അദ്ദേഹം സംസാരിച്ചു. നമുക്കിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല.